നമ്മൾ കുറെ നാളിന് ശേഷേ ബേസിൽ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് എന്റെ തിരിച്ചുവരവാണ് ഇന്റർവ്യൂക്ക് മുമ്പ്. കാരണം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ വിചാരിച്ചു ബോളിവുഡിലൊക്കെ പോയി തിരിച്ചു വരുമ്പോഴേ ജാടയായിരിക്കും. ബോളിവുഡിൽ പോയില്ല, ബോളിവുഡിൽ പോയിട്ട് ബോളി വെച്ചിട്ട് തിരിച്ചു വന്നു. ഫുഡ് കിട്ടിയില്ല. നമ്മള് പഴയ ബേസിൽ ചേട്ടനെ കിട്ടിയ ഫീൽ ആട്ടോ. ഞാൻ എവിടെയും പോയിട്ടില്ല, കുട്ടി. ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ നാഷണൽ ക്രഷ് രശ്മിക എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ് ക്രഷ്, നമ്മുടെ സ്റ്റേറ്റ് ക്രഷ് ഒറ്റ പടം കൊണ്ട് ആരാധകരെ ഉണ്ടാക്കിയ ഒറ്റപ്പടോ. അതായത് നമ്മുടെ ഇവളെ കുറിച്ചായിരുന്നു അങ്ങനെ അത്ര പ്രശ്നമൊന്നുമില്ല. ഒരു പടം കണ്ടിട്ടുണ്ടോ? നീ പെട്ടെന്ന് അങ്ങോട്ട് എങ്ങനെ ഷിഫ്റ്റ് ആയി? എന്നെ കുറിച്ച് അല്ലായിരുന്നു അത്ര നേരം പറഞ്ഞത്. രശ്മിക ഞാൻ പറഞ്ഞു. അതുപോലെ സ്റ്റേറ്റ് ക്രഷ് നമ്മുടെയൊക്കെ സ്റ്റേറ്റ് ക്രഷ് ആണ് റിയ. അപ്പഴേ റിയ ഇത്രയും ക്രഷ് ഒക്കെ ഉള്ള റിയയുടെ നായകനായിട്ട് വരുമ്പോഴേ ആരാധകർ എന്റെ ആരാധകരെ കുറിച്ച് അറിഞ്ഞൂടാ. നീ ഏതാണ് പറഞ്ഞത്? പേരതാ? ഓ ചോദിക്കുക എന്താന്ന് വെച്ചാ അങ്ങനെയൊക്കെ കാത്തിരിക്കുക ആളൊന്ന് കേൾക്കാൻ വേണ്ടിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു റിയയുടെ കൂടെ ഒരു എക്സ്പീരിയൻസ്? റിയയുടെ നായകനായിട്ടാണ് വരാൻ വേണ്ടി. നായകൻ തന്നെയല്ലേ റിയയുടെ? അതെ അതെ. എക്സ്പെഷ്യലി എനിക്ക് തോന്നുന്നു തെറ്റായിട്ട് പറഞ്ഞു. എന്താ പറയേണ്ടത്? എന്തേലും പറ കൊച്ചു. എന്റെ എക്സ്പീരിയൻസോ? കുഴപ്പമില്ലായിരുന്നു. കൂടുതൽ ഞാൻ എത്ര കഥ എടുത്ത് പറയുന്നതാണല്ലോ, ഇതിനൊന്നും പറയാനില്ലേ? എന്റെ മൂഡ് പോയി കഥ പറയാനുള്ള. രശ്മിക പോയി, തിരിച്ചു വന്നിട്ടില്ല. റിയയെ കുറിച്ച് പറയുമ്പോൾ ഹലോ ഹലോ മൈക്ക് വർക്കാവുന്നില്ല. അതിനിടയിൽ ആക്ച്വലി റിയ വരുമ്പോ നമ്മള് റിയ മറ്റേ സർവ്വമായ ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാസ്റ്റ് ചെയ്യുമ്പോഴൊന്നും സർവ്വമായ ഇറങ്ങിയിട്ടില്ല. അപ്പൊ നമുക്കിതൊരു ന്യൂ കമർ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു. റിയയുടെ ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ഒക്കെ കണ്ടിട്ടൊക്കെ തന്നെയായിരുന്നു അതിരടിയിൽ. പിന്നെ ഓഡീഷനൊക്കെ ചെയ്തിട്ടൊക്കെയാണ് അതിരടിയിലേക്ക് വന്നത്. അപ്പോൾ നമ്മളത് സർവ്വമായ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അടുത്താണെങ്കിൽ പറഞ്ഞതുമില്ല അങ്ങനെ ഒരു സിനിമ സർവ്വമായയിലുണ്ടായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവരെന്തോ വെറുതെ എന്തോ പോണ വഴിക്കെങ്ങാണ്ട് പറഞ്ഞു, റിയ ഇത് ഇത്രയും വലിയ റോളാണെന്ന് ആരോടും പോയി പറയല്ലേന്നെന്തോ ചുമ്മാ പോണ വഴിക്കെന്തോ പറഞ്ഞു. അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട്, ഭയങ്കര സീരിയസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ്. ആരടുത്തും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ പറയുന്നില്ല എന്ന് മാത്രമല്ല, നോണ പറഞ്ഞു. അതായത് എന്റെ അടുത്ത് എന്റെ മുഖത്ത് നോക്കി എന്റെ അടുത്ത് പറഞ്ഞത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുകയാണല്ലോ, ഈ സിനിമയിലെ നായികയാണല്ലോ എന്ന് വെച്ചിട്ട് സർവ്വമായയിൽ 10 മിനിറ്റേ ഉള്ളൂ എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. 10 മിനിറ്റ് 10 മിനിറ്റും കാണാൻ പോയിരിക്കുകയാണ്. നമ്മളപ്പോ അതുകൊണ്ട് പ്രിപ്പയർഡ് ആയിരുന്നില്ല. അപ്പൊ 10 മിനിറ്റേ ഉള്ളൂ. അന്ന് സർവ്വമായ ഇറങ്ങുന്നതിന്റെ തലേദിവസം വരെ ഒരു സീൻ, ഞാൻ എന്റെ ജീവിതകഥ ഇവളുടെ അടുത്ത് പറയണ പോലത്തെ ഒരു സീൻ എടുത്തോണ്ടിരിക്കുക. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബേസിലായിട്ട് ചോദിക്കുമ്പോൾ ഞാൻ പടത്തിലുണ്ട് അങ്ങനെ ഒരു സീൻ എടുത്തോണ്ടിരിക്കുക. അതായത് എന്റെ ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറി ഒക്കെ ഇരുന്ന് പറയുന്നു, അപ്പൊ ഇവളിരുന്ന് കേൾക്കുന്നു, അയ്യോ എന്നൊക്കെ പറയുന്ന പോലത്തെ സീൻ. രാത്രി ആ സീനൊക്കെ എടുത്തു. അപ്പൊ പോലും എന്റെ അടുത്ത് പറഞ്ഞത് സർവ്വമായ നാളെ ഇറങ്ങും, 10 മിനിറ്റേ ഉള്ളൂ, ഞാൻ ചെറിയൊരു റോളാണ്. നമ്മൾ ഇമോഷൻ സീൻ ചെയ്തോണ്ട് ഞാൻ ഇതിപ്പോ പറയണോ? സർപ്രൈസ് എന്തിനും ഇത്ര സീരിയസ് ആയിട്ട് ഞാൻ വിചാരിച്ചിപ്പോ വന്നിട്ട് ചത്തു പോകും വിചാരിച്ചു. ചാവുന്നില്ല, അത് പ്രേമ ഓൾറെഡി ചത്തട്ടാ വന്നിരിക്കുന്നത്. ഇനി ചാവാനും പറ്റൂല. അപ്പൊ പിന്നെ എന്ത് മാഞ്ഞു 10 മിനിറ്റ് കഴിയുമ്പോ മാഞ്ഞു പോയിരിക്കും. പിന്നെ നോക്കുമ്പോ തീരുന്നില്ല, ഇത് പടം തീരുന്നവരെ. അപ്പൊ അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ആക്ച്വലി. കണ്ടു കഴിഞ്ഞിട്ട് വിളിച്ചോ 10 മിനിറ്റ് സീൻ ഞാൻ കണ്ടിരുന്നു?
കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. ആക്ച്വലി കള്ളം പറഞ്ഞേ പറഞ്ഞിട്ടില്ലേ ബ്രോ, എൻജോയ്. പക്ഷെ ഈ ഡെലിവറിനെ ശരിക്കും എല്ലാ ആൾക്കാരും വെയിറ്റ് ചെയ്യായിരുന്നു. എല്ലാവരുടെ ലൈഫിൽ ഇതുപോലത്തെ ഒരു ഡെലിവറി വരണം, കാത്തിരിക്കായിരുന്നു ആൺകുട്ടികളൊക്കെ. ഇതെന്താ ചോദ്യം? നിങ്ങൾക്ക് ഇതുപോലൊരു ഡെലിവറി ലൈഫിലുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യാ? ഒരു മറ്റേ കണിയാരെയോ മറ്റേ ടീമിനെ വല്ല കടമറ്റത്ത് കത്തനാരോ വല്ല പൂജയൊക്കെ നടത്തി വല്ല പറഞ്ഞു മോക്ഷം കൊടുത്ത് വിടുക എങ്ങോട്ടാന്ന് വെച്ചാ. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? പ്രയാസത്തിനെ കൊണ്ടു നടക്കാൻ പറ്റുമോ അങ്ങനെ? ആ വൈബില്ല. നിവിൻ ചേട്ടന്റെ കൂടെ അഭിനയിച്ചു, ബേസിൽ ചേട്ടന്റെ കൂടെ അഭിനയിച്ചു. ഇനി ആരാ? ഇനി ഏത് ഇനി ഏത് ഏട്ടന്റെ കൂടെയാ? എങ്ങനെയുണ്ടായിരുന്നു ബേസിൽ? ഇനി തമിഴിലൊക്കെ ആയിരിക്കും അല്ലേ? അപ്പൊ എന്തെങ്കിലും അണ്ണ കിട്ട, ഏത് അണ്ണ കിട്ടയാ? അണ്ണ കൂടെ മണ്ണെണ്ണ. 2 ദിവസം തമിഴ് ഡബ് ചെയ്തല്ലേ? എന്താണ് ഏത് അണ്ണ കൂടെയാ? അങ്ങനെയല്ലേ? അണ്ണ കൂടെ, അണ്ണ കൂടെ ഒരു കിട്ടേ കൂടെ. ആ കറക്റ്റ് അല്ലേ? ഏത് അണ്ണ കൂടെയാ? അല്ല ചോദ്യം അതായിരുന്നല്ലോ. ചോദ്യം എന്തായിരുന്നു? എന്നാ ചോദ്യം? ബേസിൽ ചേട്ടന്റെ കൂടെ നിവിൻ ചേട്ടന്റെ കൂടെ അഭിനയിച്ചല്ലോ, ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് അഭിനയിക്കാൻ That typical question. That diplomatic answer അങ്ങ് കീച്ച് ഒന്നും നോക്കണ്ട. അവർക്ക് ഡിപ്ലോമാറ്റിക് ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഡിപ്ലോമാറ്റിക് എന്റെ ഫാൻസ് ഇളകും. അറിയില്ല പേര് പറഞ്ഞു. ഷിജിനക്ക് മനസ്സിലായില്ല എന്നേ ഉള്ളൂ എന്റെ ഫാൻസിന്റെ പവർ. ഒരുപാട് പറഞ്ഞില്ല പറയാത്തെ. സോ ബേസിക്കലി കംഫർട്ട് ആക്ച്വലി തിങ് ഇസ് രണ്ടുപേരും ഡിഫറെന്റ് അല്ലേ? സോ ഐ വുഡ് സേ ഡെഫിനറ്റ്ലി രണ്ടുപേരുടെയും കൂടെ കംഫർട്ട് ആയിരുന്നു. ആൻഡ് ബിക്കോസ് ലൈക്ക് എനിക്ക് ബേസിലായിട്ടിന് മുമ്പ് വെച്ച് നല്ലത് പറയാൻ പറ്റില്ല. I mean, it was actually really nice. അല്ല, the thing is, രണ്ട് രീതിയിൽ നൈസാണ് ബിക്കോസ് ബോത്ത് ഓഫ് ദം ആർ വെരി ലൈക് ഇന്നസെന്റ്. ബിക്കോസ് ആദ്യം കുറെ കോമഡി ഒക്കെ അടിച്ച് ഇങ്ങനെ മസിലൊക്കെ പിടിച്ചിരിക്കും, പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് സംസാരിച്ച് കഴിയുമ്പോൾ ദേ ആർ ലൈക്ക് pretty shy. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ആക്ച്വലി ജെന്യുവൻ ആയിട്ട് രണ്ടുപേരുടെയും കൂടെ ആ ഒരു കാരണം ബിക്കോസ് ഓഫ് ദാറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ബിക്കോസ് ദർ ആക്ച്വലി വെരി ഇന്നസെന്റ് ആൻഡ് ബോത്ത് രണ്ട് രീതിയിലും ഫണ്ണാണ്. ആൻഡ് എന്താ പറയാ, അതിരടി പിന്നെ യൂട്യൂബിൽ ഇത് സെർച്ച് ചെയ്തെടുത്തിട്ട് ഓക്കെ എവിടെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട്. എനിക്കെല്ലാം കേൾക്കാം. രണ്ടുപേരും കംഫർട്ടബിൾ ആയിരുന്നു. രണ്ടുപേരും രണ്ട് രീതിയിൽ. ഇറ്റ്സ് ലൈക്ക് മോർ ഫൺ. അതിരടിയില് ഫൺ വൈബ്സ് ആണ്, അതില് മോർ ഓഫ് ലൈക്ക് കണക്ഷൻ സർവമായ. ബിക്കോസ് ടുവേർഡ്സ് എന്റെ ഇമോഷണൽ സീനൊക്കെ എടുക്കുമ്പോഴൊക്കെ ഇറ്റ് വാസ് ലൈക്ക് ഡിഫറെന്റ്. അപ്പോ then this was like more like college fun. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറെ ഇങ്ങനെ ഇരുന്ന് കളിയാക്കി ചൊറിയുന്നു, അങ്ങനത്തെ ടൈപ്പ് ഓഫ് വൈബ് ആയിരുന്നു. ആൻഡ് പിന്നല്ലാതെ സത്യം എനിക്ക് ടിപ്സ് ഒക്കെ പറഞ്ഞു തരും. എനിക്ക് ഉറക്കത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ട് ഇടയ്ക്ക്. അപ്പൊ ഉറക്കം പറ്റുന്നില്ലല്ലോ, ഉറങ്ങാൻ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് നല്ല അഡ്വൈസ് ഒക്കെ തരും. രാത്രി കിടക്കണതിന് മുമ്പ് പുട്ടും പഴവും കഴിച്ചാൽ ഉറക്കാൻ പറ്റും. സത്യമായിട്ട് പറഞ്ഞു. പുട്ടും പഴവും കഴിച്ചാൽ ഉറങ്ങാൻ പറ്റും എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. പുട്ടും പഴം അല്ലെങ്കിൽ പാലില് ജാഗറി ഇട്ട് കുടിച്ചാൽ പറഞ്ഞു. പുട്ടും പഴവും കഴിച്ച പുട്ടിൽ എന്ത് കമ്പോണന്റ് ആണ്, പഴത്തിൽ എന്ത് കമ്പോണന്റ് ആണ് ഉറക്കത്തിന് ഉണ്ടാക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ പാലിൽ എന്ത് കമ്പോണന്റ് ആണ്, ജാഗറിയിൽ എന്ത് കമ്പോണന്റ് ആണ് ഉറക്കം ഉണ്ടാകുന്നത്. സയന്റിഫിക്കലി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാന്നൊക്കെ പറഞ്ഞ വയറ് അടിച്ച് കയറ്റിയിട്ട്
ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോ ഉറക്കം വരുമായിരിക്കും. അതിന് പുട്ടും തന്നെ കഴിക്കണമെന്നൊന്നുമില്ല. അതിന് വേറെ എന്ത് കഴിച്ചാലും അങ്ങനെ ഉറക്കം വരും. ചെറുതിലെ 2 വയസ്സായപ്പോ പുട്ടും പഴം കഴിച്ചപ്പോ ഞാൻ ഉറങ്ങി. അപ്പൊ അവര് അതിന്റെ എന്റെ അടുത്ത് പറയുന്നത് ഞാനിവിടെ ഡയറ്റ് ഒക്കെ നോക്കി ലൈക് കോളേജ് ബോയ് ആയിട്ട് നടക്കുന്ന സമയത്ത് എന്റെ അടുത്ത് രാത്രി കാബ്സ്, പുട്ട്, ഷുഗർ, ജാഗറി, ഓവർ തിങ്കിങ് ആയിട്ട് ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അയ്യോ, ഒരു കാര്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നു, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് പറഞ്ഞാൽ അത്രയും ഡീപ്പായിട്ട് എടുത്തിട്ട് നീ എന്തിനാ അങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചാൽ എന്ത് അഭിപ്രായം പറയാനാണോ? പുട്ടും പഴമൊക്കെ കഴിച്ചാൽ ഉറക്കാൻ വരും.